തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട വാർഡിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ സി.പി.എം ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വ്യക്തമാക്കുകയാണ്. തിരുവനന്തപുരത്തെ രണ്ട് പ്രധാന സി.പി.എം നേതാക്കൾക്ക് ഗൂഢാലോചനയിൽ നേരിട്ട് പങ്കുണ്ടെന്നും കോർപ്പറേഷനിലെ സി.പി.എമ്മുകാരായ ചില ഉദ്യോഗസ്ഥർ കൂടി ഈ ക്രിമിനൽ പ്രവൃത്തിയിൽ പങ്കാളികളാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതേക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമഗ്രമായി പരിശോധിക്കണം, അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കണം, അല്ലെങ്കിൽ യു.ഡി.എഫ് നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. വൈഷ്ണവിയുടെ വോട്ട് പുനഃസ്ഥാപിച്ചുകൊണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ഉത്തരവിൻ ഉദ്യോഗസ്ഥ തലത്തിലെ ഗുരുതര വീഴ്ചകൾ എടുത്തു പറയുന്നുണ്ട്. സി.പി.എം പ്രാദേശിക നേതാവിന്റെ പരാതിയിൽ കോർപ്പറേഷൻ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ തീർത്തും ഏകപക്ഷീയമായി തീരുമാനമെടുത്തു. സി.പി.എമ്മിന്റെ ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് എല്ലാ ഒത്താശയും ചെയ്യുകയാണ് ഈ ഉദ്യോഗസ്ഥൻ ചെയ്തത്. വൈഷ്ണയുടെ പേര് നീക്കം ചെയ്തതിന് ഒരു ന്യായീകരണവും ഇല്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണ്ടെത്തൽ. വൈഷ്ണ ഹിയറിംഗ് സമയത്ത് നൽകിയ രേഖകൾ ഒന്നും ഉദ്യോഗസ്ഥർ പരിഗണിച്ചില്ല. വൈഷ്ണയുടെ അസാന്നിധ്യത്തിൽ സി.പി.എം പ്രാദേശിക നേതാവ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് വോട്ട് വെട്ടിയത്. സി.പി.എമ്മിന് വിടുപണി ചെയ്യുന്ന ഇത്തരം ഉദ്യോഗസ്ഥർക്ക് ഒരു നിമിഷം പോലും തുടരാൻ അർഹതയില്ല. രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്ക് ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണം. ഇവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കണം. എക്കാലത്തും സി.പി.എം ഭരണത്തിൽ ഉണ്ടാകുമെന്നും കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നു പോകില്ല എന്നും സി.പി.എമ്മിന് അടിമപ്പണി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഓർക്കണമെന്നും വി.ഡി. സതീശൻ പറഞ്ഞിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന് വോട്ടവകാശം പുനഃസ്ഥാപിച്ചത് ഹൈക്കോടതിയുടെ നീതിയുക്തമായ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം.എൽ.എ വ്യക്തമാക്കുകയാണ്. ഇത് നിയമവാഴ്ചയുടെ വിജയമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. സി.പി.എമ്മിൻ്റെ അന്യായമായ ഭരണ ദുസ്വാധീനമാണ് വൈഷ്ണയ്ക്ക് വോട്ടവകാശം നിഷേധിച്ചത്. കോർപ്പറേഷൻ സെക്രട്ടറിയോടും തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും വൈഷ്ണയ്ക്ക് വോട്ടവകാശം നിഷേധിക്കരുത് എന്ന് ഞാൻ ഫോണിലൂടെ ആവശ്യപ്പെട്ടിരുന്നുവെന്ന് കെ.പി.സി.സി പ്രസിഡന്റ് വ്യക്തമാക്കുകയാണ്. എന്നാൽ സി.പി.എമ്മിൻ്റെ സ്വാധീനത്തിന് വഴങ്ങി സർക്കാർ സംവിധാനം നിയമവിരുദ്ധവും വസ്തുതാവിരുദ്ധവുമായി വൈഷ്ണയുടെ വോട്ടവകാശം നിഷേധിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് കോൺഗ്രസ് കോടതിയെ സമീപിച്ചതെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. വൈഷ്ണയ്ക്ക് കോടതി ചെലവ് നൽകാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ ബാധ്യസ്ഥരാണ്. കോടതിയുടെ നീതിയുക്തവും സമയോചിതവുമായ ഇടപെടൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ വൈഷ്ണയ്ക്ക് സ്ഥാനാർത്ഥിത്വവും വോട്ടവകാശവും നിഷേധിക്കപ്പെടുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്.